ഈ പ്ലാന്റ് ഓർക്കിഡിലെ സിംബീഡിയം വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് സിംബീഡിയം പ്ലാന്റ്സ് വളർത്തുന്നവരുണ്ടാവും, പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരുണ്ടാവും. അപ്പോൾ എന്താണ് സിംബീഡിയം പ്ലാന്റ്സ് എന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ അടുത്ത് സിംബീഡിയം വെറൈറ്റി 3 വെറൈറ്റികൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ആ പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ കളേഴ്സ് വന്നിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ സിംബീഡിയം പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ കഴിയുന്നത് സ്കിപ്പ് ചെയ്ത് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. സിംബീഡിയം സാധാരണയായി ബോട്ട് ഓർക്കിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓർക്കിഡേസി എന്ന ഓർക്കിഡ് കുടുംബത്തിലെ നിത്യഹരിത പൂച്ചെടികളുടെ ഒരു ജനുസാണിവ. ഈ ജനുസിലെ ഓർക്കിഡുകൾക്ക് എപ്പിഫൈറ്റിക്, ലിത്തോഫൈറ്റിക്, ടെറസ്ട്രിയൽ അല്ലെങ്കിൽ അപൂർവമായ ഇലകളില്ലാത്ത സാപ്രോഫൈറ്റിക് സസ്യങ്ങളാണിവ. സാധാരണയായി സ്യൂഡോ ബൾബുകളുള്ളവയും കൂടിയാണ് ഇവ. ഉഷ്ണമേഖല ഏഷ്യ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള കാട്ടിൽ കാണപ്പെടുന്ന ഏകദേശം 55 ഇനങ്ങളും 16 പ്രകൃതിദത്ത സങ്കര ഇനങ്ങളും ഉണ്ട്. ഇവ പൂന്തോട്ട പരിപാലനത്തിൽ അറിയപ്പെടുന്നു. കൂടാതെ നിരവധി കൃഷിരീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. സിംബീഡിയം ഹോർട്ടിക്കൾച്ചർ വ്യാപാരത്തിൽ സിം എന്നാണ് ചുരുക്കി പറയുന്നത്. ഓർക്കിഡുകൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോർട്ടിക്കൾച്ചർ ഓർക്കിഡുകളിൽ ഒന്നാണ് ഇവ. ഏകദേശം 200 BCയിലെ ജിൻ രാജവംശത്തിൻ്റെ കയ്യെഴുത്തുപ്രതിയിലും കൺഫ്യൂഷ്യസിൻ്റെ കയ്യെഴുത്തുപ്രതിയിലും ഇവ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ന് കൃഷിയിൽ ഏറ്റവും പ്രചാരമുള്ള ഓർക്കിഡ് ഇനങ്ങളിലൊന്നാണിവ. അലങ്കാര പുഷ്പങ്ങളുടെ സ്പൈക്കുകളുമുണ്ട്. കൂടാതെ ഏറ്റവും കുറഞ്ഞ ഡിമാൻഡുള്ള ഇൻഡോർ ഓർക്കിഡ് പ്ലാന്റ് കൂടിയാണിവ. നന്നായി പൂവിടണമെങ്കിൽ വേനൽക്കാലത്തിൻ്റെ അവസാനത്തിൽ പകലും രാത്രിയും താപനിലയിൽ വ്യക്തമായ വ്യത്യാസം ആവശ്യമാണ്. സിംബീഡിയങ്ങൾക്ക് കീടങ്ങളോ രോഗങ്ങളോ കുറവാണ്. പക്ഷേ മുഞ്ഞ, ചിലന്തി കാശ്, വൈറൽ രോഗങ്ങൾ എന്നിവയാൽ ബാധിക്കപ്പെട്ടേക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിംബീഡിയത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു സിംബീഡിയത്തിൻ്റെ ഞാൻ പറഞ്ഞു 3 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള കളേഴ്സല്ല, ആദ്യമായിട്ടാണ് ഈ ഒരു 3 കളേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് കാണിക്കുന്ന 3 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോയിലേക്ക് വരാം.